പുതിയ പ്രസിഡന്റ് വന്നു, പുതിയ സംവിധാനങ്ങൾ വന്നു. പുതിയ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കും. മാത്രമല്ല, വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ പുതിയ നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. ഏതായാലും അല്പം വൈകിയാണെങ്കിലും പുതിയ ഭാരവാഹി പട്ടിക വന്നത് സ്വാഗതാർഹമാണ്. അല്ല, ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുതിയ കമ്മിറ്റി പ്രസിഡൻ്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അവിൻ വർക്കിയാണെങ്കിലും എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരിപ്പോൾ എല്ലാ രംഗത്തും ഉണ്ടല്ലോ വർക്കിംഗ് പ്രസിഡന്റുമാർ. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ മോശമാക്കണ്ട, അത് ഇരിക്കട്ടെ.